ഏവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് അസ്വാഭാവികമായി വളർച്ചയുണ്ടാകുന്നവയാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്നത്. ക്യാൻസർ ഒരു മാറാ രോഗമല്ല. എന്നാൽ വളരെ വൈകിയുള്ള രോഗം തിരിച്ചറിയലാണ് ക്യാൻസർ ചികിത്സയിലെ പ്രധാന വെല്ലുവിളി. ഇവയെല്ലാം കണക്കിലെടുത്ത് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ക്യാൻസറിനെ അതിന്റെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തുവാനും ചികിത്സ നേടാനുമായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ആരോഗ്യവകുപ്പ് പരിശോധന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. ലോക അർബുദ ദിനമായ ഫെബ്രുവരി 4 മുതൽ വനിതാ ദിനമായ മാർച്ച് 8 വരെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്തന അർബുദം, ഗർഭാശയഗള അർബുദം എന്നിവയെ നേരത്തെ കണ്ടെത്തുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ആദ്യഘട്ട ലക്ഷ്യം. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളെ സ്ക്രീനിങ്ങിന് വിധേയമാക്കി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൽ അർബുദത്തെക്കുറിച്ച് അവബോധം ശക്തമാക്കാനും കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് ഉൾപ്പെടുത്താനും അതിലൂടെ നേരത്തെ രോഗങ്ങൾ മനസ്സിലാക്കുകയുമാണ് ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം. അർബുദ നിർണയ പരിശോധനയോടൊപ്പം 1 വർഷത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. അവബോധം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വിവിധതര ക്യാൻസർ സംബന്ധിച്ച സമൂഹത്തിലെ മിഥ്യാധാരണകളും അതിന്റെ ഭീതി മാറ്റാനും ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ആയതിനാൽ ഈ ക്യാമ്പയിനോട് ചേർന്ന് ഞങ്ങൾ തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗിലെ 5th സെമസ്റ്റർ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഏവരെയും സഹൃദം സ്വാഗതം ചെയ്യുന്നു. അമ്മേ, ഇന്നെന്തോ ഇവിടെ കഴിക്കാനുള്ളേ? 100 പണിയുള്ളപ്പോഴാ കൊച്ചു. ഈ സമയത്ത് ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് അമ്മേ, ഞാൻ ഈ പനച്ചിക്കാട് FHSന്ന് വരുവാണ്. ഈ വർഷം നമ്മുടെ സർക്കാർ ക്യാൻസർ പ്രതിരോധ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ FHSയിൽ പാപ്സ്മിയർ ടെസ്റ്റ് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പാപ്സ്മിയറോ? അതെന്താ? പാപ്സ്മിയർ എന്ന് വെച്ചാൽ ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗർഭാശയഗള അർബുദമുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതുകൂടാതെ തന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നതാണ് സ്തന അർബുദം. അത് ചെയ്യാനായിട്ടാണ് മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് ചെയ്യുന്നത്. അപ്പം അമ്മ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കാനായിട്ടൊന്ന് നോക്കണം. മോളെ, ഇവിടെ ആർക്കും ക്യാൻസർ ആയിട്ടൊന്നും ഇല്ലെന്നേ. ക്യാൻസർ ഉണ്ടായിട്ടൊന്നും അല്ല അമ്മേ, എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇപ്പം അമ്മയ്ക്ക് പെൺമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെയും കൂടെ കൊണ്ടുപോകണം. അമ്മയ്ക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്കൊരു 52 കാണും. 52 വയസ്സെന്ന് പറയുമ്പം ആർത്തവം നിൽക്കുന്ന സമയമല്ലേ. ഈ ആർത്തവം നിൽക്കുന്ന സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ സ്തന അർബുദം കാണുന്നത്. പിന്നെ 35 തൊട്ട് 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും ഇത് കാണും. അപ്പം അമ്മ FHSയിൽ പോയി ഡോക്ടറെ ഒന്ന് കാണിക്കേ. ഞാനൊന്ന് നോക്കട്ടെ മോളെ. ശരി മോളെ, ഇവിടെ ഇല്ലേ അടുത്ത ആശാ വർക്കർ വന്നേനെ? ഇവിടെ അടുത്തൊരു FHS ഇല്ലേ?
അവിടെ പറയുവാണ് ക്യാൻസറിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, അത് സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്കില്ല മോളെ, ഒരു മാസമായിട്ടില്ല, ഇവിടെ നല്ല വേദനയും തടിപ്പൊക്കെ. ഞാൻ പോയി കാണിക്കണം. കാണിച്ചേക്ക്. എന്തിനാ വെറുതെ ഇത് വെച്ചോണ്ട് വെക്കുന്നേ? പിന്നെ അടുത്തല്ലേ ആശുപത്രി, എന്താണെന്നറിയാലോ നമുക്ക് അവിടെ പോയാ. എന്നാ പോയി നോക്കാം അല്ലേ? ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു? ഡോക്ടർ എനിക്കില്ലേ ഒരു മാസമായിട്ട് ഇവിടെ നല്ല വേദനയും തടിപ്പൊക്കെ, അതെന്തുകൊണ്ടായിരിക്കാം? ഇവിടെയാണോ? ആ ആ ഇവിടെ എന്തോ ഒരു തടിപ്പൂല് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഞാൻ മാമോഗ്രാം എഴുതുന്നുണ്ട്. നിങ്ങൾ ഇത് അടുത്തുള്ള ജില്ലാശുപത്രി പോയി ചെയ്താൽ മതി കേട്ടോ. മാമോഗ്രാമോ? എനിക്കെന്താ ക്യാൻസറിലാണോ ഡോക്ടറെ? അമ്മ, മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ് എന്നല്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു തടിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തടിപ്പ് വരെയുള്ള കാരണം എന്താണ്, ഇനി ആ തടിപ്പിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ടെസ്റ്റ് മാത്രമാണിത്. അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഡോക്ടർ, ഈ സ്ത്രീകളിൽ പ്രധാനമായിട്ട് കാണുന്ന അർബുദങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീകളിൽ പ്രധാനമായും കാണപ്പെടുന്ന അർബുദങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തെയാണ് സ്തനാർബുദം, രണ്ടാമത്തെയാണ് ഗർഭാശയഗള അർബുദം. സ്തനാർബുദമാണ് ഇവയിൽ പ്രധാനമായി കാണപ്പെടുന്നത്. സ്തനാർബുദം വരാനുള്ള കാരണങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ കാരണമാണ് ആർത്തവ വ്യതിയാനം, രണ്ടാമത്തത് ഹോർമോൺ വ്യതിയാനം, മൂന്നാമത്തത് പ്രായം, നാലാമത്തത് വന്ധ്യത, അഞ്ചാമത്തത് മുലയൂട്ടൽ ഒഴിവാക്കൽ, ആറാമത്തതാണ് പാരമ്പര്യം. ഇവയൊക്കെ കാരണമാണ് പ്രധാനമായും സ്തനാർബുദം നമ്മളിൽ കാണപ്പെടുന്നത്. ഇനി ഈ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണമാണ് സ്തനത്തിൽ വരുന്ന നിറവ്യത്യാസം, രണ്ടാമത്തത് സ്തനത്തിൻ്റെ തടിപ്പ്, മൂന്നാമത്തത് മുലനെട്ടിൽ നിന്ന് എന്തെങ്കിലും സ്രവം വരുന്നതായി കാണുന്നത്, നാലാമത്തതാണ് വേദന, അഞ്ചാമത്തത് മുഴകൾ, ആറാമത്തതാണ് കഴല വീക്കം. ഇത്രയും കാരണങ്ങളും അതുപോലെ ഇത്രയും ലക്ഷണങ്ങളുമാണ് നമ്മൾ പ്രധാനമായും സ്തനാർബുദത്തിൽ കാണുന്നത്. ഇനി നമുക്ക് സ്തനാർബുദം സ്വയമേ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് എപ്രകാരമാണെന്ന് ഞാൻ നിങ്ങളൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഈ വീഡിയോയിലേക്ക് നോക്കൂ. പരിശോധന എങ്ങനെ ചെയ്യാമെന്ന് കാണാം. വസ്ത്രം ധരിച്ച് ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക. നിങ്ങളുടെ സ്ഥലങ്ങളുടെ നിറം, ആകൃതിയിലുള്ള വ്യത്യാസം, മുഴകൾ, തോർപ്പുറത്തുള്ള വ്യത്യാസം, മുകളിലേക്ക് വലിഞ്ഞ മുളകെട്ടുകൾ, മുഖക്കെട്ടിൽ നിന്ന് ദ്രാവകം അഥവാ രക്തം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. രക്തം വേണ്ടം താഴ്മേലെ വെച്ച് അരക്കെട്ടിൽ കൈവച്ചുകൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുക. ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലും സ്ഥല വ്യതിയാനം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 3
മുകളിലേക്ക് ഉയർത്തി കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുക. ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലും സ്ഥല വ്യതിയാനം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 4. ഒരു കട്ടിയുള്ള പ്രതലത്തിൽ കിടന്നുകൊണ്ട് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ആ ഭാഗത്തെ തോളിനടിയിൽ ഒരു തടയിണ വയ്ക്കുക. വലത് കൈയുടെ 3 വിരലുകൾ വൃത്താകൃതിയിൽ സ്ഥലത്തിന് പുറത്തു നിന്ന് അകത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്തരത്തിൽ തന്നെ വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് കൈയുടെ 3 വിരലുകൾ കൊണ്ട് വലത് ഭാഗത്തെ സ്ഥലം പരിശോധിക്കുക. ഘട്ടം 5. നേരെ ഇരുന്നുകൊണ്ട് ഇരു സ്ഥലങ്ങളുടെയും മുൻപിൽ മുതുകളെ അമർത്തി രക്തം, സ്രവം എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 6. ഇടത് കൈയുടെ 3 വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് വലത് കക്ഷത്തിൽ എന്തെങ്കിലും തടുപ്പോ മുഴകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇത്തരത്തിൽ തന്നെ വലത് കൈയുടെ 3 വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് ഇടത് പക്ഷത്തെ എന്തെങ്കിലും തടുപ്പോ മുഴകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചികിത്സയ്ക്ക് തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി സ്വയം സ്ഥല പരിശോധന മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അപകട സാധ്യത മനസ്സിലാക്കുകയും ശരിയായ രീതിയിൽ സ്വയം സ്ഥല പരിശോധന നടത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അത് രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും സഹായിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ സ്വയമേ സ്തനാർബുദം കണ്ടുപിടിക്കുന്നതെന്ന്? ഇനി നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് ബാക്കിയുള്ളവരിലേക്കും പരമാവധി നിങ്ങൾ പകർത്താൻ ശ്രമിക്കണം. കാരണം ഇപ്പോൾ ഈ സ്തനാർബുദം എല്ലാ സ്ത്രീകളിലും തന്നെ കാണപ്പെടുന്ന ഒരു അർബുദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അറിവുകൾ പരമാവധി നമ്മൾ അറിയുന്നവരിലേക്ക് പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ ഗർഭാശയഗള അർബുദം വരാനുള്ള കാരണങ്ങൾ എന്താണ്? ഗർഭാശയഗള അർബുദം അതായത് നമ്മുടെ സെർവിക്കൽ ക്യാൻസർ, ഈ ക്യാൻസർ വരാനുള്ള പ്രധാനമായ കാരണങ്ങൾ ഇവയാണ്. ഒന്നാമതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമായും നമുക്ക് ഗർഭാശയഗളം അർബുദം സ്ഥിരീകരിക്കുന്നത്. രണ്ടാമതാണ് വരുന്നത് പാരമ്പര്യപരമായി നമുക്ക് ഈ അസുഖമുണ്ടെങ്കിൽ, അതായത് ഈ അർബുദമുണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് വരുന്നതാണ് പുകവലി കാരണവും നമുക്ക് ഗർഭാശയഗള അർബുദം വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഗർഭനിരോധന ഗുളികകളുടെ അമിതമായ ഉപയോഗം. ഇവ കാരണവും നമുക്ക് ഗർഭാശയഗള അർബുദം കാണപ്പെടുന്നു. ഇനി ഇവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും നമ്മൾ ഗർഭാശയഗള അർബുദം നമ്മളിൽ വന്നുവെന്ന്, അതായത് നമ്മുടെ ലക്ഷണം കാണുന്നതെന്ന് പറഞ്ഞാൽ യോനിയിൽ നിന്ന് വരുന്ന അസ്വാഭാവികമായ സ്രവമാണ്. ഇവിടെ നിന്ന് സ്രവം വരുമ്പോഴേ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഗർഭാശയഗള അർബുദം വന്നിട്ടുള്ളതായിട്ട്. രണ്ടാമത് വരുന്നതാണ് നടുവേദന, പിന്നെ മുടി അമിതമായി കൊഴിഞ്ഞു പോകുന്നതായി നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നീർക്കെട്ട്. ഇവയാണ് നമ്മുടെ സെർവിക്കൽ ക്യാൻസറിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും. ഡോക്ടർ, അതായത് സ്തനാർബുദം നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കുമല്ലോ, അതുപോലെ തന്നെ ഈ ഗർഭാശയഗള അർബുദം കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ സ്തനാർബുദം നമ്മൾ കണ്ടുപിടിച്ച പോലെ ഗർഭാശയഗള അർബുദം സ്വയമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുന്നത് പാപ്സ്മിയർ ടെസ്റ്റ് ഉപയോഗിച്ചാണ്. പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ ഈ വർഷം നമ്മുടെ ഗവൺമെൻറ് ക്യാൻസർ പ്രതിരോധ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നൊരു പദ്ധതി പുതുതായി നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയോട് അനുബന്ധിച്ച് നമ്മുടെ ഈ FHSCയിൽ സൗജന്യമായ പാപ്സ്മിയർ ടെസ്റ്റ് എല്ലാ വനിതകൾക്കും മാർച്ച് 8 വരെ നടത്തുന്നുണ്ട്. അപ്പം ഈ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ആൾക്കാരിലേക്കും നിങ്ങൾ ഈ അറിവ് പകർന്നു കൊടുക്കാനും ശ്രമിക്കണം. ഡോക്ടറെ, ഈ പാപ്സ്മിയർ എന്നൊക്കെ പറയുമ്പോൾ നല്ല വേദന കാണത്തില്ലേ? പാപ്സ്മിയർ ടെസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വേദന ഉണ്ടാകുന്ന ഒരു ടെസ്റ്റ് ഒന്നുമല്ല. അതുപോലെ ഇതിൽ നാണക്കെടേണ്ട കാര്യവുമില്ല. കാരണം പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗർഭാശയഗള അർബുദം നമ്മളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മാരകമായ അസുഖമൊന്നുമല്ല. ആദ്യമേ തന്നെ നമ്മളിത് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ മറ്റു രോഗങ്ങളെ പോലെ തന്നെ നമുക്ക് ഈ ക്യാൻസറിനെ
പൂർണ്ണമായി തന്നെ വേഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഡോക്ടർ. എന്നാൽ പിന്നെ ശരിയമ്മ, ഞാൻ എന്തായാലും ഇപ്പോൾ മാമോഗ്രാം ജില്ലാശുപത്രിയിലേക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. താങ്ക് യു ഡോക്ടർ. ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൽ ഇതിനോടകം 98.2 ലക്ഷം ആളുകളാണ് പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത്. അതിനുവേണ്ടി 855 ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സൗജന്യമായ പാപ്സ്മിയർ ടെസ്റ്റ് മാർച്ച് 8 വരെയും നടത്തുന്നുണ്ട്. ഈ അറിവ് നമ്മളിൽ മാത്രം ഒതുങ്ങരുത്. കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും നാം ഏവരും ശ്രദ്ധിക്കണം. പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നവയാണ്. ആരോഗ്യവകുപ്പ് നടത്തുന്ന ഈ പരിശോധന ക്യാമ്പയിനിൽ പങ്കുചേർന്ന് ക്യാൻസറിനെ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാം. നമുക്കൊരുമിച്ച് ക്യാൻസറിനെതിരായി പോരാടാം. നന്ദി.